ഈ വീഡിയോയിൽ നിങ്ങൾ നിങ്ങളുടെ 40ാമത്തെ വയസ്സ് ഹിറ്റ് ചെയ്യുന്നതിന് മുന്നേ അച്ചീവ് ചെയ്യേണ്ടുന്ന 10.5 മണി മൈൽ സ്റ്റോൺസ് പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ 25 വയസ്സാണോ 35 വയസ്സാണോ ഓർ 40 വയസ്സാണോ എന്നൊന്നും മാറ്ററില്ല. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ക്വിക്ക് റിച്ച് സ്കീംസ് ഒന്നുമല്ല പറഞ്ഞുതരാൻ പോകുന്നത്. ജീവിതത്തിലെ ഓരോ ഡിസിഷൻസും എടുക്കുമ്പോൾ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ചെക്ക് പോയിന്റ് 1, 0 ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഡെറ്റ്സ്. നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതിൽ ഒരു മാസത്തെ ഫുൾ ബിൽ നിങ്ങൾക്ക് അടയ്ക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പല ഐറ്റംസ് നിങ്ങൾ EMI ഇട്ടിട്ടാണ് നിങ്ങൾ വാങ്ങി കൂട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണം നിങ്ങൾ ഓരോ ദിവസവും ചുമ്മാ കത്തിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്രെഡിറ്റ് കാർഡ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്യാഷ് ബാക്സ് ഓഫേഴ്സൊക്കെ കിട്ടും. പക്ഷേ അത് അറിയാതെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വഴി അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വരുത്തി വെച്ചാൽ നിങ്ങളും ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ട്രാപ്പിൽ വീണ് പോയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ 36-നും 48-നും ഇടയിലുള്ള ഒരു ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ടാകും. സോ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് പ്രോപ്പറായി മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലോസ് ഇറ്റ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത കുറച്ച് മെത്തേഡ്സ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻസിൽ ആഡ് ചെയ്തിട്ടേക്കാം. സോ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. സോ എനിക്ക് ക്രെഡിറ്റ് കാർഡ് കടങ്ങളുണ്ടായിരുന്നു, നല്ല ഒന്നാന്തരം ഷോപ്പിംഗ് അഡിക്ഷൻ ഉണ്ടായിരുന്നു. സോ അതെല്ലാം ഞാൻ ഒഴിവാക്കിയത് ഈ വീഡിയോയിൽ പറയുന്ന കുറച്ച് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ അത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം കണ്ടാൽ മതിയായിരിക്കും. സോ നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് ഹൈ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കടങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വെൽത്തൊന്നും ബിൽഡ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ നമ്മളെ ഫിനാൻഷ്യലി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് എല്ലാവരും കേട്ടിട്ടുള്ളതുപോലെ എമർജൻസി ഫണ്ട്സ്. മേ ബി നിങ്ങൾക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ആൻഡ് അടുത്ത പോയിന്റ് നോക്കിക്കോളൂ. അഥവാ നിങ്ങൾക്കൊരു എമർജൻസി ഫണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. കാര്യം ഇതൊരു ഫിനാൻഷ്യൽ കുഷനാണ്. നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ പെട്ടുപോയി കഴിഞ്ഞാൽ, മീൻസ് നിങ്ങളുടെ ജോലി നാളെ നഷ്ടപ്പെട്ടാൽ സാലറി ഒന്നും ഇല്ലാതെ എത്ര നാൾ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനാവും. ടൈംസ് ഓഫ് ഇന്ത്യ നടത്തിയ ഒരു സ്റ്റഡിയിൽ പറഞ്ഞത് 75% ഇന്ത്യക്കാർക്കും ഒരു എമർജൻസി ഫണ്ട് ഇല്ല എന്നാണ്. നോക്കൂ, വെറും 3 മാസം ജീവിക്കാനും EMI അടയ്ക്കാനുള്ള സേവിങ്സ് പോലും ഇല്ല എന്ന് നിങ്ങൾ എത്ര പേര് ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? സോ നിങ്ങളുടെ ഗോളായി ആദ്യം 6 മാസം പിന്നെ 12 മാസത്തേക്കുള്ള കോർ എക്സ്പെൻസസ് സേവ് ചെയ്യുക. അതായത് റെൻറ്റ്, ഗ്രോസറീസ്, EMI അതുപോലുള്ളവ. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു സാധാരണ സേവിങ്സ് അക്കൗണ്ടിലിടാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്തതുപോലെ നമ്മുടെ കയ്യിൽ വരുന്ന എമർജൻസി ഫണ്ടിലേക്ക് മാറ്റാനുള്ള ഒരു എമൗണ്ടിനെ നല്ലൊരു ഡെറ്റ് ഫണ്ട് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. എനിക്ക് 7 മുതൽ 8% വരെ റിട്ടേൺ കിട്ടുന്നുണ്ട് പെർ ഇയർ. നിങ്ങൾ നിങ്ങളുടെ എമർജൻസി ഫണ്ടിലേക്ക് ഇടുന്ന ഓരോ രൂപയും വെറും ക്യാഷ് അല്ല, സമാധാനമാണ്. ചെക്ക് പോയിന്റ് 3, ഓട്ടോമേറ്റ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. നിങ്ങൾക്ക് സേവും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പവഴി എന്താണ്? എല്ലാ മാസവും സാലറി വരുമ്പോൾ സേവ് ചെയ്യണോ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നൊരു ഡിസിഷൻ നിങ്ങളായിട്ട് തന്നെ എടുക്കാതെ അതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ വിടുക. അതായത് ഒരു സിസ്റ്റം ഉണ്ടാക്കിയിടുക. ബിക്കോസ് ചില മാസങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ വിൽ പവർ കുറയും, മോട്ടിവേഷൻസ് മാറും. പക്ഷേ ഒരു സിസ്റ്റം അത് എപ്പോഴും നിലനിൽക്കും. സോ നിങ്ങളുടെ പണം നിങ്ങളുടെ സേവിങ്സിലേക്കും ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്കും കടങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസവും നെഗോഷിയേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടാവില്ല. മീൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഈ മാസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിർത്തി പകരം ഞാൻ ആഗ്രഹിച്ചൊരു ഷൂസ് വാങ്ങിക്കണോ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചുള്ളൊരു ഫോൺ വാങ്ങണോ എന്നുള്ള കാര്യങ്ങളും ആ തോന്നലുകളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. സോ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ സെറ്റപ്പ് ചെയ്യുക നിങ്ങളുടെ സാലറി അക്കൗണ്ടിൽ നിന്ന് സേവിങ്സിലേക്ക്, ആൻഡ് അവിടെ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക്, നിങ്ങളുടെ ലോൺസിലേക്ക്. അത് നിങ്ങൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു EMI ആണെന്ന് കരുതുക. കാര്യം നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ EMIs ഒന്നും ഒരിക്കലും ഒഴിവാക്കാറില്ല. സോ അതുപോലെ എമർജൻസി ആണ് ഇതെന്ന് കരുതുക. ആൻഡ് ഈ EMI നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് കൂടുതൽ പണം പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് തരും. ആൻഡ് ആൾസോ ഒരു ട്രിക്ക് കൂടിയുണ്ട്. ഓരോ വർഷവും നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് 10% ഇൻക്രീസ് ചെയ്യുക. മേ ബി നിങ്ങളുടെ ആ വർഷത്തെ സാലറി ഒരു 10% കൂടി കഴിഞ്ഞാൽ ആ 10% നിങ്ങൾ ഇവിടെ ഇടുക. അഥവാ അത് കിട്ടില്ലെന്നുണ്ടെങ്കിൽ എത്ര ശതമാനമാണോ അത്. മേ ബി അത് നിങ്ങൾക്ക് ഒരു വലിയൊരു മാറ്റമൊന്നും ഉണ്ടാക്കി തരില്ല. ആ ഒരു 10,000 രൂപ എന്ന് പറയുന്നത് ചിലപ്പോൾ തൊട്ടടുത്ത വർഷം 11,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു റിട്ടേൺ കിട്ടില്ല എന്ന് വിചാരിക്കാം. പക്ഷേ അത് വലിയ മാറ്റം ഉണ്ടാക്കി തരും. അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സോ ഈ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പെനി സ്റ്റോക്സിലോ ക്വിക്ക് റിച്ച് സ്കീംസിലോ മണി ചെയിനിലോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കിയിടുന്നു. അത് മേ ബി ബോറിംഗ് ആയിരിക്കാം. പക്ഷേ ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും ആ സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി സൈലൻ്റായി ബാക്ക്ഗ്രൗണ്ടിൽ വെൽത്ത് ബിൽഡ് ചെയ്യായിരുന്നു എന്നുള്ളത്. ദാറ്റ്സ് എ ഹോൾ. നോ സ്ട്രെസ്, നോ സ്പ്രെഡ്ഷീറ്റ്, ജസ്റ്റ് ക്വൈറ്റ് ആൻഡ് ഓട്ടോമാറ്റിക് പ്ലാൻ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. ചെക്ക് പോയിന്റ് 4, മാസ്റ്റർ യുവർ കരിയർ. സാലറി എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ലൈഫ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മോസ്റ്റ് പവർഫുൾ ടൂൾ ആണെന്നുള്ളത് എത്ര പേർ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അവർ മാത്രമേ ലൈഫിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. നിങ്ങളുടെ ബോസിനെ ഇംപ്രസ് ചെയ്യിക്കാനല്ലാതെ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൽ റിയലി ഗുഡ് ആയാൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കിട്ടും. ഫ്രീഡം, സെക്യൂരിറ്റി, മണി എക്സെട്ര. ബിസിനസ് വെയർ നടത്തിയ ഒരു സർവേയിൽ പറയുന്നത് 86% മില്യണേഴ്സും സെൽഫ് മെയ്ഡാണ്. വെറുതെ ലോട്ടറി അടിച്ചിട്ടോ അല്ലെങ്കിൽ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് ഇൻഹെറിറ്റ് ആയിട്ടോ കിട്ടിയ എമൗണ്ട് കൊണ്ടൊന്നും അല്ല അവർ പണക്കാരായത്. അവർ തങ്ങൾ ചെയ്യുന്ന ജോലി, അത് മേ ബി ഓഫീസ് ജോബ് ആവാം അല്ലെങ്കിൽ ബിസിനസ് ഓർ എന്തും, അതിലവർ ബെറ്റർ ആവാൻ ട്രൈ ചെയ്ത് കൺസിസ്റ്റൻ്റായി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ മില്യണേഴ്സ് ആയത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ വെൽത്ത് ഗ്രോ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫോക്കസ് ഓൺ യുവർ കരിയർ. നിങ്ങളിപ്പോൾ അതിൽ ബെസ്റ്റ് അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയാൽ നിങ്ങൾ അതിൽ
എക്സ്പേർട്ട് ആവും. ആൻഡ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല ഓർ നിങ്ങൾ എൻജോയ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന മറ്റൊരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് അല്ലാന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കൂ, അവരോട് വർക്കിനെ പറ്റി ചോദിക്കൂ. ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഏത് സൈഡ് ഹസലിനേക്കാളും അല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു സ്റ്റോക്ക് ടിപ്പിനേക്കാളും ഓർ ലോട്ടറി വിന്നിനേക്കാളും നിങ്ങൾക്ക് വെൽത്ത് ബിൽഡ് ചെയ്ത് തരും. സോ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ മാസ്റ്റർ ആവാൻ നോക്കും. നെക്സ്റ്റ് ചെക്ക് പോയിന്റ് 5, നോ യുവർ നമ്പർ. എനിക്ക് 10 ലക്ഷം സേവ് ചെയ്യണം, 2 വർഷത്തിനുള്ളിൽ എൻ്റെ കടങ്ങളെല്ലാം തീർക്കണം എന്നൊക്കെ സാധാരണ ആൾക്കാർ പ്ലാൻസ് വയ്ക്കാറുണ്ട് അല്ലെങ്കിൽ ഗോൾസ് വയ്ക്കാറുണ്ട്. ദാറ്റ്സ് നൈസ്. പക്ഷേ ഗോൾസ് അച്ചീവ് ചെയ്താൽ അവർ അവരുടെ പഴയ ശീലങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു പോകും. അതായത് ഒരു 10 ലക്ഷം രൂപ അവരുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് വലിയ മോട്ടിവേഷൻ ഒന്നും ഉണ്ടാവില്ല. സോ ആക്ച്വലി വർക്കാവുന്ന എന്താണ്? സിസ്റ്റംസ്. ഒരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റൊട്ടീൻസ് ആൻഡ് ഹാബിറ്റ്സ് ഒക്കെ നമുക്ക് ബിൽഡ് ചെയ്യാനാവും. ഒരു എക്സാമ്പിളിന് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, ഞാനൊരു 10 ലക്ഷം രൂപ സേവ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാതെ സാലറി വരുമ്പോൾ അതിലുള്ള 20% മറ്റൊരു സേവിങ്സ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഓട്ടോമേഷൻ ഞാൻ സെറ്റ് ചെയ്യും. എല്ലാ എക്സ്പെൻസസും ട്രാക്ക് ചെയ്യാൻ എളുപ്പത്തിൽ ഒരൊറ്റ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഒരൊറ്റ UPI ID അല്ലെങ്കിൽ ഒരൊറ്റ ബാങ്ക് അക്കൗണ്ട് മാത്രം യൂസ് ചെയ്യുന്നു. അത്യാവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങാനായിട്ട് ഒരു 24 hour പാസ് റൂൾ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ആൻഡ് അതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അവസാനം ഞാൻ അത് ലിങ്ക് കൊടുത്തേക്കാം. സോ നിങ്ങൾ ഇതുപോലുള്ള സിസ്റ്റംസ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് വിൽ പവറിനെ മാത്രം വിശ്വസിച്ചിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ശീലങ്ങൾ നമുക്കായിട്ട് പണിയെടുക്കും. സോ നമ്മൾ ജിമ്മിൽ പോകുന്ന പോലെ തന്നെ നമ്മൾ ജിമ്മിൽ പോകാനായിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കും. പക്ഷേ നമ്മൾ ഓരോ ആഴ്ചയിലും 2 ദിവസം ജിമ്മിൽ പോകും നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് അതിനൊരു ടൈം ഫ്രെയിം, ഓരോ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഒക്കെ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ഞാൻ അവിടെ എത്തുമെന്ന് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസിഷൻ ഫെറ്റീഗ് ഉണ്ടാവില്ല. നമ്മളുമായിട്ട് ഒരു ബാർഗനിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ ഷോ അപ്പ് ചെയ്യും. സോ ഫിനാൻഷ്യൽ സക്സസും സെയിം ആണ്. അത് സിസ്റ്റംസ് ആണ്, ബോറിംഗ് ആണ്, പല വർഷങ്ങൾ ഒരേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടിയിരിക്കും. പക്ഷേ അത് ക്വയറ്റ്ലി നമ്മളെ റീച്ച് ആക്കും. മറ്റുള്ളവർ എപ്പോഴെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് കരുതി വെയിറ്റ് ചെയ്യുന്നത് പോലെ അവരവിടെ തന്നെ ഇരിക്കും. സോ നമ്മൾ ആക്ഷൻസ് എടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ചെക്ക് പോയിന്റ് 6, മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം. പലരും പറയാറുണ്ടല്ലോ, നല്ലൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി ലൈഫ് സെറ്റിൽ ആകുമെന്ന്. അത് ശരിയാണ്. ഒരു 20-30 വർഷം മുമ്പ് വരെ നമുക്കൊരു ജോലി മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റിൽഡാണ്. പക്ഷേ ഇപ്പോൾ അതല്ല. മേ ബി നല്ലൊരു പാക്കേജ് ഉണ്ട്, നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ സെറ്റിൽഡ് ആയിരിക്കാം. പക്ഷേ വെറും ഒരു ജോലി മാത്രം കൊണ്ട് നിങ്ങളൊരിക്കലും ലൈഫിൽ സെറ്റിൽ ആവാനോ അല്ലെങ്കിൽ ഒരു ഏർലി റിട്ടയർമെൻറ്റിനോ ഒന്നും കഴിയണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ സാലറി മാത്രമാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഒരു കാലിൽ നിൽക്കുന്ന പോലെ ആയിരിക്കും. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മേ ബി ലേ ഓഫ്, റിസഷൻ ഓർ നിങ്ങളുടെ ജോലിയുടെ ഏതെങ്കിലും ഒരു പാർട്ട് റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? മിക്കവാറും അത് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരുപാട് ലേറ്റ് ആക്കിയിട്ടായിരിക്കും. സോ ഇന്ത്യയിലെ ഏതാണ്ട് 80% വീടുകളും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒരേ ഒരാളുടെ ഇൻകം സ്ട്രീംസ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ ചുറ്റും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരുന്ന നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് പേരുണ്ടായിരിക്കില്ലേ, അവർക്ക് ഒരൊറ്റ ഇൻകം സ്ട്രീംസ് മാത്രമേ ഉള്ളൂ. അവർക്ക് മിക്കവാറും ഒന്നോ അതിൽ കൂടുതലോ ഇൻകം സ്ട്രീംസ് ഉണ്ടാവും. സോ അതിൻ്റെ അർത്ഥം നിങ്ങളൊരു വലിയ ഒരു $1 ബില്യൺ സ്റ്റാർട്ടപ്പ് പ്ലാൻ ചെയ്യണമെന്നൊന്നുമില്ല. ഒരു ചെറിയൊരു സൈഡ് ഹസൽ, ഒരു ഫ്രീലാൻസിങ് പ്രോജക്റ്റ്, ഡിവിഡൻഡ് പേയിങ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, മേ ബി ഈവൻ സ്മോൾ യൂട്യൂബ് ചാനൽ എൻ്റേതുപോലെ. ഇവയ്ക്കൊന്നും നിങ്ങളുടെ സാലറിയെ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല, പക്ഷേ അവർക്ക് അതിനെ ബാക്കപ്പ് ചെയ്യാൻ കഴിയും. നമ്മുടെ ഗോളെന്ന് പറഞ്ഞാൽ ഒരു രാത്രി കൊണ്ട് നമുക്ക് റിച്ച് ആവുന്നതിനെ പറ്റിയോ മില്യണർ ആവുന്നതിനെ പറ്റിയിട്ടോ ഒന്നുമല്ല. നമ്മുടെ ഗോളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇൻകം സ്ട്രീംസ് ഡ്രൈ ആയി കഴിഞ്ഞാൽ, മേ ബി നമ്മുടെ ജോലി എന്തെങ്കിലും കാരണം കൊണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത മാസത്തെ റെൻറ്റ് എങ്ങനെ പേ ചെയ്യും, EMI എങ്ങനെ പേ ചെയ്യും എന്നാലോചിച്ചിട്ട് ടെൻഷൻ അടിക്കാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ ഏതാണ്ട് നിങ്ങളുടെ 40 അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കുക, നിങ്ങളുടെ മെയിൻ ജോലി ഡിസപ്പിയർ ആയി കഴിഞ്ഞാൽ, എന്തെങ്കിലും കാരണം കൊണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടോ? മേ ബി നിങ്ങളുടെ എമർജൻസി ഫണ്ട് വെച്ചിട്ട് ഒരു പറഞ്ഞ പോലെ 3 മാസം, 6 മാസം, 12 മാസമൊക്കെ നിങ്ങൾക്ക് ജീവിച്ചേക്കാം. പക്ഷേ അത് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രം സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങിയിട്ട് വരും. സോ ആ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു സ്കില്ലില്ലേ, ആ സ്കില്ലുകൊണ്ടായിരിക്കും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. ആ സ്ട്രീമിൽ നിങ്ങൾ കൂടുതൽ ടൈം കൊടുത്തു കഴിഞ്ഞാൽ മേ ബി നിങ്ങളുടെ കഴിഞ്ഞ മാസത്തെ സാലറിയേക്കാൾ കൂടുതലുള്ള ഒരു സാലറി ചിലപ്പോൾ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞേക്കാം. സോ അത്തരം ഒരു പോസിബിലിറ്റിയെ പറ്റിയിട്ട് ആലോചിച്ച് നോക്കൂ. അതിന് വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്യൂ. മേ ബി നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ഐഡിയ ഇല്ലയെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ഐ ക്യാൻ സപ്പോർട്ട് യു. സോ നമുക്ക് 7th മൈൽസ്റ്റോൺ നോക്കാം. 7th മൈൽസ്റ്റോൺ നോക്കുന്നതിന് മുമ്പ് ഒരു സ്കെയറി ആയിട്ടുള്ളൊരു കാര്യം പറയാം. മിക്ക ആൾക്കാരും ബിസിനസ് ഫെയിലായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബാഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ പൈസ കൊണ്ട് ഇട്ടിട്ടോ ഒന്നും ആയിരിക്കില്ല അവർ ബാങ്ക്രപ്റ്റ് ആവുന്നത്. പലരും മെഡിക്കൽ ബില്ല് കൊണ്ടാണ്. എനിക്കറിയുന്നുള്ള പലരും മറ്റുള്ള കുടുംബത്തിലുള്ള മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ് വന്നതുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സർജറി, എന്തെങ്കിലും ഒരു അസുഖം വന്നതുകൊണ്ടോ ഒക്കെ ബാങ്ക്രപ്റ്റ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എപ്പോഴും ഒരു ടേം ഇൻഷുറൻസും ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഉണ്ടായിരിക്കും. ഇന്ത്യയിൽ
സിംഗിൾ ഹോസ്പിറ്റലൈസേഷൻ, അതായത് നിങ്ങൾക്കൊരു ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖം കാരണം നിങ്ങൾ അഡ്മിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയൊരു സർജറി വേണ്ടി വന്നു കഴിഞ്ഞാൽ 2 മുതൽ 10 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സർജറിക്ക് വേണ്ടി വന്നിരിക്കും. ആൻഡ് നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സേവിങ്സിനെ വൈപ്പ് ഔട്ട് ചെയ്യാൻ ധാരാളമാണ്. സോ നിങ്ങളുടെ സമ്പാദ്യമെല്ലാം നിങ്ങളുടെ ഹെൽത്തിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. സോ ഇവിടെയാണ് കൂടുതൽ ആൾക്കാർക്കും തെറ്റുപറ്റുന്നത്. അവരവരുടെ വെക്കേഷൻസിന് പ്ലാൻ ചെയ്യും, പുതിയ വീട്, പുതിയ കാറ്, ഈവൻ പുതിയ ഫോൺ വാങ്ങിക്കാനും റിട്ടയർമെൻറ്റിനും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാറില്ല, പ്ലാൻ ചെയ്യാറില്ല. ഇൻഷുറൻസ് ബോറിംഗ് ആയിരിക്കാം, മേ ബി അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസസ് ആയിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ആക്ച്വലി വേണ്ട ദിവസം വരെ ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസ് ആയിട്ടായിരിക്കും തോന്നുന്നത്. ആൻഡ് നിങ്ങൾ എപ്പോഴാണോ നിങ്ങളത് തിരിച്ചറിയുന്നത് ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായെന്നും വരില്ല. സോ നിങ്ങളുടെ 40 വയസ്സ് ഹിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു കാര്യം ഉറപ്പായിട്ടും ഉറപ്പുവരുത്തുക. ആൻഡ് നിങ്ങൾക്ക് 3 കാര്യങ്ങൾ വേണം. ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങളുടെ എമർജൻസീസിന് വേണ്ടിയിട്ട്, ടേം ഇൻഷുറൻസ് നിങ്ങളുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് മേ ബി ക്രിട്ടിക്കൽ ഇൽനെസ് കവർ വേണം നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ്, ചെക്ക് പോയിന്റ് 8. നമ്മൾ പലപ്പോഴും ഏത് സ്റ്റോക്ക് വാങ്ങിക്കണം, ഏത് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യണം, ബൈ ചെയ്യണം, ഓർ ഏത് ക്രിപ്റ്റോ കറൻസി ആയിരിക്കും ബെസ്റ്റ് എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും ആലോചിക്കാത്ത ഒരു കാര്യമുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കി തരാൻ കഴിയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അത് നമ്മുടെ സ്കിൽസാണ്. ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. മാർക്കറ്റ് ക്രാഷ് ആവാം, കമ്പനീസ് അവരുടെ ആൾക്കാരെ കുറയ്ക്കാം, അല്ലെങ്കിൽ ടെക്നോളജീസ് പെട്ടെന്ന് മാറാം. നിങ്ങളുടെ സ്കില്ലിനെ എപ്പോഴും റിലവൻ്റ് ആയിട്ടും നിങ്ങളുടെ ഏണിംഗ് പവർ ഒരുപാട് കൂട്ടുന്ന രീതിയിലുള്ള ഒരു സ്കിൽ സെറ്റായിട്ട് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റിക്വയർമെൻറ്റ് കൂടും. നിങ്ങളുടെ റിക്വയർമെൻറ്റ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഏണിംഗ് പവറും കൂടും. ഞാനൊരു എക്സാമ്പിൾ തരാം. 2 പേരുണ്ട്. 2 പേരും മാസം 80,000 രൂപ സമ്പാദിക്കുന്നുണ്ട്. 2 പേർക്കും പ്രായം 35 വയസ്സ്. ഒരാൾ എപ്പോഴും ഷെയർ മാർക്കറ്റിൻ്റെ റിട്ടേൺസിനെ ചേസ് ചെയ്യുന്നുണ്ട്. അയാളുടെ കയ്യിലുള്ള പണങ്ങളെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. മറ്റേ ആൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ പണം സ്റ്റോക്ക് മാർക്കറ്റിലല്ല, അയാളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് മേ ബി ഡാറ്റ അനലിറ്റിക്സ് ആവാം, ഡിസൈൻ ആവാം, ഓർ പബ്ലിക് സ്പീക്കിംഗ്. 5 വർഷം കഴിയുമ്പോൾ ആ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റർ മേ ബി അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡബിളോ ട്രിപ്പിളോ ഒക്കെ ആയിട്ടുണ്ടാവാം. പക്ഷേ സ്കില്ലിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളോ, അയാൾ 2 or 3 ഇരട്ടിയൊക്കെ ചിലപ്പോൾ സാലറിയിൽ ഹൈക്ക് വാങ്ങിച്ചിട്ടാവാം. ആൻഡ് അയാളുടെ കരിയർ എപ്പോഴും ഒരു ഫ്യൂച്ചർ പ്രൂഫും ആയിരിക്കും. ആൻഡ് ഹിയർ ഇസ് ദ ഐറണി. നമ്മൾ 20,000 രൂപ ഒരു കോഴ്സിലോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ മടിച്ചെന്നിരിക്കും. പക്ഷേ അതേ എമൗണ്ടിന് നമ്മൾ വേണമെങ്കിൽ നമ്മുടെ ഒരു ഫോൺ അപ്ഗ്രേഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്ക് അനാവശ്യമായിട്ടുള്ള ചിലവ് വരുത്താനൊക്കെ നമുക്കൊരു ഡിസിഷൻ പോലും വേണ്ട. പക്ഷേ നമ്മുടെ സ്കില്ലിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. സോ നമ്മളുടെ 40 വയസ്സിൽ നമ്മുടെ സ്കില്ലായിരിക്കും ഏറ്റവും വലിയ അസറ്റ്. ആൻഡ് നമ്മൾ അതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഇൻഡിപെൻഡൻറ്റും ഫ്രീഡം ഒക്കെ നമുക്ക് അനുഭവിക്കാനാകും. സോ നെക്സ്റ്റ് ഈസ് ചെക്ക് പോയിന്റ് 9. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ലയബിലിറ്റീസ് വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. കാർസ്, ഗാഡ്ജറ്റ്സ്, ഈവൻ ഹോംസ്. അത് നമ്മുടെ EMIs ഒക്കെ ഡ്രെയിൻ ചെയ്യും. ബട്ട് നമ്മുടെ റിയൽ വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിച്ചാലാണ് സ്റ്റാർട്ട് ബിൽഡിങ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ പോക്കറ്റിലേക്ക് പണം വെച്ചിരുന്ന എന്താണോ അതാണ് അസറ്റ്സ്. സോ ഒരു റെൻ്റൽ പ്രോപ്പർട്ടി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ ഓഫ് ഡിവിഡൻഡ് പേയിങ് സ്റ്റോക്സ്, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ഹസൽ അല്ലെങ്കിൽ ഒരു സൈഡ് ബിസിനസ്. അതൊക്കെ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ പോക്കറ്റിൽ പണം വെച്ചിരും. പക്ഷേ ഇതാണ് കാര്യം. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പണം ആവശ്യപ്പെടും. പക്ഷേ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണം കൊണ്ടുവന്ന് തന്നുകൊണ്ടേയിരിക്കും. സോ നിങ്ങളുടെ 40 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഇൻകം പ്രൊഡ്യൂസിങ് അസറ്റെങ്കിലും ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പണം സമ്പാദിച്ച് തന്നുകൊണ്ടിരിക്കും. സോ ഈ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് എന്തെങ്കിലും ഓൺ ചെയ്യുക എന്നല്ല, നമുക്ക് തിരിച്ച് പേ ചെയ്യുന്ന റൈറ്റ് പ്രോഡക്ട്സിൽ തന്നെ ഓൺ ചെയ്യുക. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ടത് നമുക്ക് കൊണ്ടുവന്ന് തരും. സോ നെക്സ്റ്റ് ഈസ് ചെക്ക് പോയിന്റ് 10. പലരും കരുതാറുണ്ട് നമ്മുടെ വെൽത്ത് എന്ന് പറയുന്നത് വെറും പോക്കറ്റിൽ കിടക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ കിടക്കുന്ന പണം മാത്രമാണ്. പക്ഷേ ഇതാണ് സത്യം. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കിട്ടുന്നത് ലൈഫിൽ വെറും ഹാർഡ് വർക്ക് കാരണം മാത്രമല്ല, മറ്റുള്ള ആൾക്കാരിൽ നിന്ന് കൂടിയാണ്. അത് മേ ബി നമ്മുടെ മെൻറ്റേഴ്സ് ആവാം, നമ്മുടെ പിയേഴ്സ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജൂനിയേഴ്സ് ആയിരിക്കാം. ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ തന്നെ കോമ്പൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റുള്ള ഒരാളെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ കരിയർ തന്നെ മാറ്റിയെന്നിരിക്കും. ചിലപ്പോൾ ഒരു കണക്ഷൻ കാരണം ചിലപ്പോൾ നമ്മുടെ ഒരു ലൈഫിൻ്റെ ട്രജക്ടറി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു ആർക്ക് തന്നെ മാറിപ്പോയെന്നിരിക്കും. സോ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സർക്കിൾ നിങ്ങളുടെ ഒരുപാട് വർഷത്തേക്കുള്ള ട്രയൽ ആൻഡ് എററൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനാവും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ 40 വയസ്സോടുകൂടി എടുക്കുമ്പോൾ നിങ്ങൾ ഒരു നല്ലൊരു നെറ്റ്വർക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, ചലഞ്ച് ചെയ്യും. നിങ്ങൾക്ക് ആ വേണ്ട വാതിലുകൾ ആവശ്യമുള്ള സമയത്ത് തുറന്നിട്ട് തരുന്ന ആൾക്കാരുണ്ടാവും. കാര്യം പണം ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് തീർന്നു പോയേക്കാം. പക്ഷേ റൈറ്റ് നെറ്റ്വർക്ക്, നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ എപ്പോഴും നല്ലതാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു വെൽത്താണ്. സോ റൈറ്റായിട്ടുള്ള ആൾക്കാരോട് കൂടെ ചേർന്നിട്ട് ഒരു സർക്കിൾ രൂപീകരിക്കുക ആൻഡ് അവരോട് കൂടി എപ്പോഴും ചേർന്നിരിക്കുക. സോ നെക്സ്റ്റ് മൈൽ സ്റ്റോൺ 10.5.
സോ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫിനാൻസിനെ പറ്റിയിട്ട് കൂടുതൽ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ 40ാമത്തെ വയസ്സ് അടുത്തിരിക്കുമ്പോൾ. കാര്യം എന്നിരുന്നാൽ മാത്രമേ നിങ്ങളുടെ പണത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് കഴിയുള്ളൂ. സോ നിങ്ങൾക്ക് ഫിനാൻസിനെ പറ്റിയിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്കൗട്ട് ചെയ്യും. ആൻഡ് അവിടെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സീ യു ദേർ. Free audio post-production by alphonic.com.